പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. മനുസ്മൃതി അറിവും തിരിവും പരമ്പര 7-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ കൂട്ടുകാർ കേട്ടു. എല്ലാവർക്കും വളരെ ഹൃദ്യമായി തോന്നി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ജന്മം, ജാതി, വ്യക്തി, ഉപവ്യക്തികൾ, അവരുടെ സംഘം ചേരൽ, അതിൽ നിന്നുണ്ടാവുന്ന വംശം അഥവാ സമുദായം അഥവാ കുലം, അവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ പിന്നീട് നമ്മൾ ഒരു സൂചന തന്നു നിർത്തിയത് കുടി എന്താണെന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് കുടി എന്ന വാക്കിനെ കുറിച്ചാണ്. കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപവ്യക്തികൾക്ക് സംഘമുണ്ടെന്ന് പറഞ്ഞു, അതിന് സമുദായം, വംശം, കുലം എന്നാണ് പറയുന്നത്. ഇതുമാതിരി ഒരേപോലുള്ള വിശ്വാസങ്ങൾ, ഒരേപോലുള്ള ആചാരങ്ങൾ, ഒരേപോലുള്ള അഭിപ്രായങ്ങൾ മാത്രമല്ല, ഒരേപോലുള്ള തൊഴിലുകൾ ചെയ്യുന്നവർ സംഘമായിട്ട് താമസിക്കുന്നതിനെയാണ് കുടി എന്ന് പറയുന്നത്. അപ്പോൾ കുടിയിൽ പ്രധാനമായിട്ട് എന്താണുള്ളത്? തൊഴിലാണ്. അപ്പോൾ അങ്ങനെ സംഘം ചേർന്ന് താമസിക്കുന്നതാണ് കുടി. കുടി എന്ന വാക്ക് നമ്മുടെ ഈ തെക്കേ ഇന്ത്യയ്ക്ക് മറ്റൊരു പേരുണ്ട്, കരുനാട്. കരുനാട് അകം, ഇതൊരു പ്രധാനപ്പെട്ട വാക്കാണ്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒരു സംഗതിയുണ്ട്, കർണാടകം. ഇവിടെ ആ വാക്കിൻ്റെ എന്താണ് അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പ് എന്നാണ്. കറുപ്പ്. നാട് എന്ന് പറഞ്ഞാൽ ദേശം. അകം എന്ന് പറഞ്ഞാൽ വേലിക്ക് അകത്ത്, അല്ലെങ്കിൽ മതിൽക്കെട്ടിന് അകത്ത്. അകം എന്ന് പറയുന്നത് 2 അർത്ഥത്തിലാണ് പറയുന്നത്. ഒന്ന്, നാമ്പിട്ട് വരുന്നത്, മുളച്ചു വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മൊട്ടിട്ട് വരുന്നത്. അപ്പോൾ കറുത്തവരുടെ ദേശത്ത് മൊട്ടിട്ട് വന്ന, അല്ലെങ്കിൽ നാമ്പിട്ട് വന്ന ഒരു സാമൂഹിക ഘടനയുടെ ഭാഗമാണ് കുടി. മനസ്സിലായോ? അതിൻ്റെ നിർവചനം മനസ്സിലായോ? അപ്പോൾ കരു എന്നുള്ള വാക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് തമിഴിലുണ്ട്, മലയാളത്തിലുണ്ട്, കന്നഡയിലുണ്ട്, തെലുങ്കിലുണ്ട്. എല്ലാ ഭാഷയിലും കരു എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കരു എന്ന വാക്കിൻ്റെ അർത്ഥം കറുപ്പെന്നാണ്. അപ്പോൾ കറുത്തവരുടെ ദേശം, ഈ ദ്രാവിഡ ദേശത്ത് ഉണ്ടായി വന്ന ഒരു സാമൂഹികമായിട്ടുള്ള ഒരു കൂട്ടം ചേരലാണ് എന്ത്? കുടി. അപ്പോൾ കരുനാടിന് അകത്ത്, കരുനാടകത്തിൽ അതിൻ്റേതായിട്ടുള്ള സംഗീത പദ്ധതികളുണ്ട്, സാഹിത്യമുണ്ട്, ഭരണഘടനയുണ്ട്, ജീവിതക്രമങ്ങളുണ്ട് കരുനാടകത്തിനകത്ത്. അപ്പോൾ കരുനാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായി കുറച്ച് പ്രദേശങ്ങൾ മാത്രമല്ല പറയുന്നത്, ഒരു വലിയ ഒരു പ്രദേശം ഉൾപ്പെടുന്ന ഒരു സംഗതിയാണ് കരുനാട് അകം. മനസ്സിലായോ? ആ കരുനാടകത്തിനകത്തുണ്ടായ സംഗീത പദ്ധതിയാണ് പറയുന്നത് കരുനാടക സംഗീതം. അതാണ് തമിഴ് സംഗീതം. മനസ്സിലായോ? കറുത്തവരുടെ സംഗീതം. കറുത്തവരുടെ സംഗീതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കറുത്തവരുടെ സംഗീതം കൂടുതലും അതൊരു
നാടോടി സംസ്കാരവുമായിട്ടും കൂടെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ മണ്ണുമായിട്ടും നാടോടി സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗീതമാണ് കരുനാടക സംഗീതം. അത് ശാസ്ത്രീയവൽക്കരിച്ചു. പരദേശികളൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനെ ശാസ്ത്രീയവൽക്കരിച്ച് അവരുടെ ഒരു പദ്ധതിയുടെ ചട്ടക്കൂടിനുള്ളിൽ കയറ്റിയപ്പോൾ ഈ കരുനാടകത്തിൽ വളർന്ന് വികസിച്ചു വന്ന പല സംഗീതത്തിലുള്ള മേന്മകളും അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വന്നു. കരുനാടകത്തിൽ പ്രചരിച്ചിരുന്ന പല രാഗങ്ങളും അങ്ങനെ ശാസ്ത്രീയ ചുറ്റുവട്ടത്തിലേക്ക് കയറിപ്പറ്റി. എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള സംഗീത പദ്ധതിയിൽ വന്നെങ്കിൽ പോലും ആ രാഗങ്ങളെ കരുനാടക സംഗീത പദ്ധതിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പാടിയാൽ മാത്രമേ അത് അതിൻ്റെ ശരിയായ സുഖത്തിൽ കേൾക്കുകയുള്ളൂ. ഉദാഹരണത്തിന് കുറിഞ്ചി എന്ന് പറയുന്ന രാഗം ശാസ്ത്രീയമായി പാടുന്നുണ്ടെങ്കിൽ പോലും കുറിഞ്ചി എപ്പോഴും അതിനെ ഈ കരുനാടക പദ്ധതി പ്രകാരമായിരിക്കും അവർ പാടുന്നത്. ഇതുപോലെ മറ്റൊരു രാഗമാണ് ആനന്ദഭൈരവി. ആനന്ദഭൈരവിയുടെ പല ഭാവരസങ്ങളും പരിപൂർണമായി പുറത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ കരുനാടക പദ്ധതി പ്രകാരമേ പറ്റും. ശാസ്ത്രീയമായ ചട്ടക്കൂടിലൂടെ ആനന്ദഭൈരവിയെ പാടിയാൽ അത് മറ്റൊരു രീതിയിലായിരിക്കും. അതിൻ്റെ പൂർണ്ണതയോ സൗന്ദര്യമോ ഒന്നും അതിൽ കേൾക്കുകയില്ല. അപ്പോൾ കരുനാടക ദേശക്കാർക്ക് സ്വന്തമായിട്ട് ഒരു സംഗീത പദ്ധതി ഉണ്ടായിരുന്നു. വളരെ വികസിച്ചതായിരുന്നു ആ പദ്ധതി. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ സാഹിത്യം, ഇതുപോലെ ഭരണ സംവിധാനം, മന്നന്മാരും കുറുമന്നന്മാരുമായിട്ട് അങ്ങനെ തുടർന്ന് വന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ കുടികൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും അതിനെ രൂപീകരിച്ചിരിക്കുന്നത്. ആ കുടികളിൽ താമസിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത് കുടിമക്കൾ എന്ന് പറയുന്നത്. കുടിമക്കൾ. അങ്ങനെ 5 തിണകളിലായിട്ട് കുടിമക്കൾ താമസിച്ചിരുന്നു. ഒന്നാമത്തെ തിണൈ കുറിഞ്ചി തിണൈ, രണ്ടാമത്തത് മുല്ലൈ തിണൈ, അടുത്തത് മരുതം തിണൈ, അടുത്തത് പാലൈ തിണൈ, അടുത്തത് നെയ്തൽ തിണൈ. കുറിഞ്ചി തിണൈ എന്ന് പറയുന്നത് മലമുകളാണ്. മലമുകൾ ഇതൊക്കെ വളരെ വിശാലമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ആ സാമൂഹിക ഘടന നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. കുറിഞ്ചിത്തിണൈ മലമുകളിൽ. അപ്പോൾ അടിവാരങ്ങളും പച്ചപ്പുള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളാണ് മുല്ലൈത്തിണൈ. കൃഷിസ്ഥലങ്ങളും ഫലഭൂയിഷ്ടമായിട്ടുള്ള ആറ്റിൻ തീരങ്ങളും പുരയിടങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് മരുതം തിണൈ. അടുത്തത് കുറച്ച് മരുപ്രദേശമായിട്ട് കിടക്കുകയും പന പോലുള്ള വൃക്ഷങ്ങൾ ധാരാളം ഉണ്ടാവുകയും അങ്ങനെയുള്ള ജീവിത രീതികളൊക്കെയുള്ള പ്രദേശമാണ് ശരിക്കും പറഞ്ഞാൽ പാലൈത്തിണൈ. പാലൈത്തിണൈ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു പേരിലൂടെ തന്നെ പറയാം. പാലൈ കാട് എന്ന് പറഞ്ഞാൽ പാലൈ നിലമാണ്. മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് നെയ്തൽ. നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദീതീരങ്ങൾ, അതുപോലെ കടലിൻ്റെ തീരങ്ങൾ, ഇങ്ങനെ ഒക്കെയുള്ള സ്ഥലങ്ങളാണ് നെയ്തൽ. അവിടെയും മനുഷ്യരുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള സംഗീത പദ്ധതിയുണ്ട്, ആചാരമുണ്ട്, സാഹിത്യമുണ്ട്, ഭരണഘടനയുണ്ട്, ഭരണരീതികളുണ്ട്, ജീവിതകർമ്മങ്ങളുണ്ട്. ഇങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഒരു സംഘം ചേരലാണ് കുടി എന്ന് പറയുന്നത്. അവിടെയെല്ലാം ഓരോ കുടിമക്കളാണ് താമസിച്ചിരുന്നത്. അപ്പം അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നതാണ് കുറവർ കുടി, ആയർ കുടി, പറയർ കുടി, പുലയർ കുടി, മീനവർ കുടി, മണ്ണാർ കുടി,
കമ്മാളർ കുടി, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുടികളാണ്. ആ സംവിധാനത്തിൽ തന്നെ ഈ പറയുന്നത് പോലെ കുടികൾ തന്നെ പിന്നീട് പിരിഞ്ഞു പോയിട്ടുണ്ട്. പിരിഞ്ഞു നിന്ന് അതെന്താണെന്ന് അറിയാമോ? ഒരു തൊഴിൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ തൊഴിലും കൂടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ നമുക്ക് ഓരോരോ വിഷയങ്ങളായിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലും സ്കില്ലുള്ളവർ കൂടും, വിദഗ്ധന്മാർ കൂടും. അങ്ങനെ വിദഗ്ധന്മാർ എല്ലാവരും കൂടി ചേർന്ന ഒരു കുടിയും ആ കുടിക്ക് തന്നെ ഉപകുടികളുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പദ്ധതിയാണ് കുടി എന്ന് പറയുന്നത്. കുടികൾ സംഘമായിട്ട് ചേർന്ന് താമസിക്കുന്ന സ്ഥലങ്ങളാണ് ചേരികൾ. ചേരികൾ. അപ്പോൾ ചേരി എന്ന വാക്ക് കുടി എന്ന വാക്കിൽ നിന്നും ഉണ്ടായതാണ്. കുടികൾ താമസിക്കുന്നിടമാണ് ചേരികൾ. അപ്പോൾ ചേരി എന്ന് ഇന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അന്നത്തെ വിദ്വാൻമാരും പണ്ഡിതന്മാരും പിന്നെ സൈനികരും അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരൊക്കെ താമസിച്ചിരുന്നത് ഓരോരോ കുടികളിൽ ചേരികളായിട്ടാണ് താമസിച്ചിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കുടിയും ജാതിയും വേറിട്ട് നിൽക്കുന്നു. ജാതി വേറെ, കുടി വേറെ. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ചേരി. അത് നമുക്ക് അടുത്ത ഭാഗത്ത് ചർച്ച ചെയ്യാം. വളരെ സന്തോഷം. വളരെ നന്ദി.